കേരള സ്കൂൾ കലോത്സവം 2024-25 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം. തൃശൂർ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത് കാൽ നൂറ്റാണ്ടിന് ശേഷം. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ബസ് പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ച അപകടം, 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ യുവാക്കൾക്ക് വെടിയേറ്റതായി സംശയം. എംബസിയിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ. കുന്നംകുളം നഗരത്തിലെ റോഡ് വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാനിന് കൌൺസിൽ യോഗം വോട്ടെടുപ്പിലൂടെ അംഗീകാരം നൽകി. തൃശൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ പട്ടാമ്പി റോഡുകളുടെ വീതി 18.5 മീറ്ററാക്കും. നമസ്കാരം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത്. കേരള സ്കൂൾ കലോത്സവം 2024-25 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. ഗഡി കലോത്സവം നമ്മള് കളറാക്കി. അപ്പോ തൃശ്ശൂര് തിരുവനന്തപുരത്തെ കപ്പ് അങ്ങോട്ട് എടുത്തുട്ടാ. അമ്പട തൃശ്ശൂരെ അനന്തപുരിയില് കനകക്കപ്പ് ഉയർത്തി. അങ്ങനെ കൊമ്പം കണക്കെ തിടമ്പേറ്റി നിക്കാലേ. അനന്തപുരിയിൽ നടന്ന കൗമാര കലാപൂരത്തിൽ കപ്പടിച്ച് തൃശ്ശൂരിന്റെ പൂരവും വെടിക്കെട്ടും. 1008 പോയിന്റ് നേടിയാണ് തൃശ്ശൂരിന്റെ പുലിക്കുട്ടികൾ അഭിമാനക്കപ്പിൽ മുത്തമിട്ടത്. 1007 പോയിന്റ് നേടിയ പാലക്കാടിനെ 1 പോയിന്റിന് പിന്നിലാക്കിയാണ് 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് കാൽ നൂറ്റാണ്ടിനു ശേഷം തൃശ്ശൂരിലെത്തിച്ചത്. 1003 പോയിന്റ് നേടി കഴിഞ്ഞ വർഷത്തെ കിരീട ജേതാവായ കണ്ണൂർ 3ാം സ്ഥാനം നേടി. 1969 കോട്ടയത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ ആദ്യമായി കലാകിരീടം ചൂടിയത്. പിറ്റേ വർഷം 1970 തൃശൂരിൽ നടന്ന കലോത്സവത്തിലും തൃശൂർ കിരീടം നിലനിർത്തി. 1994 കോഴിക്കോടും 1996 കോട്ടയത്തും നടന്ന കലോത്സവത്തിലും തൃശൂർ 1ാം സ്ഥാനം നേടി. 1999 കൊല്ലത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കലാകപ്പ് കരസ്ഥമാക്കിയത്. 26 വർഷത്തിന് ശേഷം തലസ്ഥാന നഗരിയിൽ നടന്ന കലോത്സവത്തിലൂടെ 6ാം കിരീടം ചൂടി തൃശൂർ സ്വർണ്ണക്കപ്പിൽ വീണ്ടും മുത്തമിടുമ്പോൾ ജില്ലയുടെ അഭിമാനം വാനോളം ഉയരുകയാണ്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, അറബിക് പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി മുഹമ്മദ് അജ്സൽ. കന്നാറ്റുപാടം GHSS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അജ്സൽ ബദ്രുദ്ദീൻ പാറന്നൂർ രചിച്ച് ഫാഹിസ് വാടാനപ്പള്ളി സംഗീതം ചെയ്ത മാപ്പിളപ്പാട്ട് ആലപിച്ചാണ് 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. കാരിക്കുളം കോഴിപ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് ഷിഹാബ് ഹസീന ദമ്പതികളുടെ മകനാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് പദ്യം ചൊല്ലലിൽ ആദൂർ സ്വദേശി മുഹമ്മദ് ഇഹ്സാൻ എ ഗ്രേഡ് നേടി. പാപ്പാളി വീട്ടിൽ അബ്ദുൽ ഖാദറിന്റെയും ഉമൈനയുടെയും മകനാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബിക് അധ്യാപകരായ കെൻസ, നിയാസ് എന്നിവരാണ് പഠിപ്പിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ എ ഗ്രേഡ് നേടി KM അഭിഷേക്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ +1 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും കണ്ടാനശ്ശേരി കരിയന്നൂർ വീട്ടിൽ മണികണ്ഠന്റെയും അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ബജിതയുടെയും മകനാണ്.
അഭിഷേക്. KSRTCയിൽ കണ്ടക്ടറായ അച്ഛൻ മണികണ്ഠനാണ് ചെറുപ്പം മുതൽ അഭിഷേകിനെ മിമിക്രി പഠിപ്പിച്ചത്. തൊട്ടടുത്ത ആട്ടിക്കുട്ടിക്ക് നമുക്കൊന്ന് കാതോർക്കാം. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ ജില്ലാ ആശുപത്രിക്ക് മുൻവശത്ത് KSRTC സ്വിഫ്റ്റ് ബസും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കുട്ടി മരിച്ചത്. പെട്ടിയോട്ടോറിക്ഷയിൽ മാതാപിതാക്കൾക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു നൂറ ഫാത്തിമ. കുട്ടിയുടെ പിതാവ് ഉനൈസ്, മാതാവ് റൈഹാനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗർഭിണിയായ റൈഹാനത്തിന്റെ കാൽ അപകടത്തിൽ ഒടിയുകയും മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉനൈസിന്റെ കൈക്കാണ് പരിക്കേറ്റത്. പനിയും ഛർദിയും തുടർന്ന് രാത്രിയിൽ നൂറ ഫാത്തിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ പെട്ടിയോട്ടോയ്ക്ക് പുറകിൽ ബസ് ഇടിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ഓട്ടുപാറയിലുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരി മരിക്കാനിടയായ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. സുഖമില്ലാതെ രാത്രി 1 മണിക്ക് മാതാപിതാക്കളോടൊപ്പം വന്ന 4 വയസ്സുള്ള നൂറ ഫാത്തിമയെ അഡ്മിറ്റ് ചെയ്യാതെ ആശുപത്രിയിൽ ആംബുലൻസ് ഉണ്ടായിട്ടും പെട്ടിയോട്ടോയിൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയും ആശുപത്രിക്ക് സമീപത്ത് KSRTC ബസ് പെട്ടിയോട്ടോയിൽ ഇടിച്ച് കുട്ടി മരിക്കുകയുമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. K. അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, PK രാജു, ബിജു ഇസ്മയിൽ, AS ഹംസ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, MH ഷാനവാസ്, AH സുലൈമാൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വയറുവേദനയുമായി വന്ന ഒരു കുടുംബം പെട്ടിയോട്ടോറിക്ഷയിലാണ്, വേറെ വണ്ടി കിട്ടാതെ ആ കുടുംബം ഇവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കുക പോലും ചെയ്യാതെ അവരെ റെഫർ ചെയ്യാണ് മെഡിക്കൽ കോളേജിൽ. പക്ഷേ ഗുരുതരമായ രോഗം ബാധിച്ച ആളുകൾ ജില്ലാ ആശുപത്രിയിൽ വന്നാൽ അവരെ ഇവിടുന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ആംബുലൻസിൽ വേണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ. അതുപോലും ചെയ്യാതെ 2 ആംബുലൻസ് ഇവിടെ കിടക്കുമ്പോൾ അവർ പെട്ടിയോട്ടോറിക്ഷയിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വരികയും ഓട്ടുപാറ സെൻറ്ററിൽ വെച്ച് അവിടുത്തെ ഈ റോഡുകളുടെ സ്ഥിതിയും ഇതൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അവർ ബ്രേക്ക് പോലും ചവിട്ടിയിട്ടില്ല. KSRTC ബസ് പുറകിൽ വന്നിടിച്ച് ആ കുട്ടി അസുഖം ബാധിച്ച കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. 2 മാതാപിതാക്കൾ ആശുപത്രി. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ യുവാക്കൾക്ക് വെടിയേറ്റതായി സംശയം. വെടിയേറ്റ് ഒരാൾ മരിച്ചുവെന്നും ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണെന്നുമാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ബന്ധുക്കൾക്ക് ഇതേക്കുറിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ബന്ധുക്കൾ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ എംബസിയിലും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആഴ്ചകൾക്ക് മുൻപാണ് കുട്ടനെല്ലൂർ സ്വദേശി ബിനിലും വടക്കാഞ്ചേരി സ്വദേശി ജെയിനും യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനി തിരിച്ചുവരവുണ്ടാകില്ലെന്നും അവസാനമായി വീട്ടുകാർക്ക് ഓഡിയോ സന്ദേശം അയച്ചത്. മനുഷ്യക്കടത്തിന് ഇരയായ ഇവർ റഷ്യയിൽ അകപ്പെട്ടിട്ട് 8 മാസം പിന്നിട്ടു. കുടുംബ സുഹൃത്ത് വഴിയാണ് ഇവർ റഷ്യയിലെത്തിയത്. കാന്റീൻ ജോലിക്കായി കൊണ്ടുപോയ ഇവരെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. കുന്നംകുളം നഗരത്തിലെ റോഡ് വികസനത്തിനായുള്ള നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന് കൌൺസിൽ യോഗം വോട്ടെടുപ്പിലൂടെ അംഗീകാരം നൽകി. നഗരത്തിനോട് ചേർന്നുള്ള തൃശൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ പട്ടാമ്പി റോഡുകളുടെ വീതി 18.5 മീറ്ററാക്കിയും പട്ടാമ്പി റോഡ് മുതൽ ജവഹർ തിയേറ്റർ ജംഗ്ഷൻ വരെ 15 മീറ്ററും ജവഹർ ജംഗ്ഷൻ മുതൽ വൈശ്ശേരി PWD റോഡ് വരെ 12 മീറ്ററും വൈശ്ശേരി PWD റോഡ് ബദനി സ്കൂളിന് സമീപം മുതൽ പോളിടെക്നിക് വരെ 8 മീറ്ററുമായും നിശ്ചയിച്ചു. മാസ്റ്റർ പ്ലാനിലുണ്ടായിരുന്ന അയ്യപ്പത്ത് ഐനുക്കുളം റോഡ് കൌൺസിൽ അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു. ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് മാസ്റ്റർ പ്ലാൻ കൌൺസിലിന്റെ അന്തിമ അനുമതിക്കായി സമർപ്പിച്ചത്. എന്നാൽ റോഡ് വികസനം 27 മീറ്ററായി തന്നെ നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് RMP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം 27 മീറ്റർ വീതി കുറയ്ക്കുന്നതിനോട് BJP അംഗങ്ങൾ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത്. വോട്ടെടുപ്പിനിടെ BJP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചു. മെയിൻ റോഡിലൊക്കെ നിറച്ചിങ്ങനെ മരടി കൂട്ടിട്ടേക്കണം. അപ്പം അടിയന്തരമായി അതിലൊരു നടപടി. അതിരപ്പള്ളി വാച്ചുമരം ഉന്നതിയിൽ സംഘട്ടനത്തിൽ മധ്യവയസ്കന് കല്ലുകൊണ്ട് തലക്കടിയേറ്റു. കാടർ വിഭാഗത്തിലെ തോമസിനാണ് കല്ലുകൊണ്ട് അടിയേറ്റത്.
ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് തോമസിന്റെ പിതൃ സഹോദരന്റെ മകൻ ശങ്കരനെ മലക്കപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ചതിനെ തുടർന്നാണ് ഇരുവരും അടിപിടിയുണ്ടായതെന്ന് പറയുന്നു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എക്സിബിഷൻ നടത്തുന്നതിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പൂരം പ്രദർശനം നടത്തിപ്പിനായി വടക്കാഞ്ചേരി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഭാരവാഹികൾക്ക് കൈമാറി. പൂരം എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. എക്സിബിഷന്റെ സുഗമമായ നടത്തിപ്പിന് K. രാധാകൃഷ്ണൻ MP, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ചു. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ, AM ജമീലാബി, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പുലിശല്യം രൂക്ഷമായ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ മലയോര തോട്ടം മേഖലയിൽ അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിടികൂടി ലേലം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി. ഉടമസ്ഥരില്ലാത്ത 1500-ലേറെ കന്നുകാലികളാണ് പാലപ്പള്ളി തോട്ടം മേഖലയിൽ അലഞ്ഞു നടക്കുന്നത്. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി ഇവയെ പിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. തോട്ടങ്ങളിലും വനാതിർത്തികളിലും തീറ്റ തേടി ഇറങ്ങുന്ന കന്നുകാലികൾ രാത്രിയോടെയാണ് തൊഴിലാളികളുടെ പാടികൾക്കരികിലും വഴിയോരത്തും ചേക്കേറുന്നത്. രാത്രികളിൽ പുലിയിറങ്ങി ഇവയെ പിടികൂടുന്നത് പതിവായതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. തോട്ടം തൊഴിലാളികളാണ് ഇവയെ വളർത്തുന്നത്. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഒഴിവാക്കി പ്രദേശത്തെ പുലിശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്കും വരന്തരപ്പള്ളി പഞ്ചായത്തിലും പരാതി നൽകി. ആലപ്പള്ളി, ചൊക്കനക്കുണ്ടായി, എച്ചിപ്പാറ എന്നീ പ്രദേശങ്ങളിൽ പുലി പശുവിനെ പിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. നമ്മുടെ തോട്ടം മേഖലയിൽ 1500-ൽ മേലെ പശുക്കളുണ്ട്. ആ പശുക്കൾ ഉടമസ്ഥരില്ലാത്ത പശുക്കളുണ്ട്, ഉടമസ്ഥരുള്ള പശുക്കളുണ്ട്. ഈ ഉടമസ്ഥരില്ലാത്ത പശുക്കളെ ലേലം ചെയ്ത് ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ ഉടമസ്ഥരായിട്ടുള്ള പശുക്കൾ അവരെ വീടുകളിൽ തന്നെ പാർപ്പിച്ച് അവയെ നോക്കണമെന്നും ആവശ്യപ്പെട്ട് നമ്മൾ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അശാസ്ത്രീയമായി കാന നിർമ്മിച്ചതുമൂലം വെളക്കുംകാൽ പാലാഴി റോഡിൽ യാത്രാ ദുരിതം. വീതി കുറഞ്ഞതും നിരവധി വളവുകളുള്ളതുമായ റോഡിൽ നിർമ്മിച്ചിട്ടുള്ള കാനയുടെ സ്ലാബ് റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതാണ് യാത്രാ തടസ്സമുണ്ടാക്കുന്നത്. കണ്ടശാങ്കടവ്, മണലൂർ, കാരമുക്ക്, കാനാണി എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ പതിവായി യാത്ര ചെയ്യുന്ന വഴിയാണിത്. റോഡ് സ്ലാബിന് സമാന്തരമായി ഉയർത്തുകയോ കാനയുടെ സ്ലാബ് റോഡിന് ചേർത്ത് പുനഃസ്ഥാപിക്കുകയോ ചെയ്ത് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കല്ലുപാലം തൊട്ട് വിളക്കുംകാല് വരെ 10-18 വളവുകൾ തന്നെയുണ്ട്. ഈ വളവുകൾ മുഴുവൻ കുണ്ടും കുഴിന്. ഞാൻ ഒരു പരാതി എഴുതി PWD പരാതി കൊടുത്തു. ഇതേവരെ വന്നിട്ട് അവർ അന്വേഷിക്കാൻ നോക്കി പോവുകയും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ഇതിൻ്റെ നടപടി മേലധികാരികൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ഇനി ഉദ്ദേശിച്ചുള്ളത് മനുഷ്യാവകാശ കമ്മീഷണർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. ഇത് നോക്കി തന്നെയല്ല, കണിയമ്പറമ്പൻ്റെ ബാലകൃഷ്ണൻ്റെ അവിടെ തൊട്ട് ഒരു സ്ലാബ് വാർത്തിട്ടത് അരടിന് മേലെ ഒരടി ഉണ്ടാവും കത്തി, അത് ഉയർന്നു നിൽക്കണ്. അതിൻ്റെ വരെ പറഞ്ഞിട്ട് വരെ അവർ വന്ന് നോക്കിയിട്ടില്ല. വിളക്കങ്കാലിൻ്റെ അവിടുന്ന് വടക്കേ ഭാഗത്ത് ഒരു 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ PWD കാന പടന്നിട്ടുണ്ട്. ആ കാന പടന്നുള്ള കാരണം റോഡിൻ്റെ വീതി കുറയുകയും ചെയ്തു, അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 101 ആൾ ഒപ്പിട്ടുള്ളൊരു പരാതി അവിടെ കൊടുത്തിട്ട് വന്ന് നോക്കാമെന്ന് പറയാമെന്നല്ലാണ്ട് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായില്ല. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പല വട്ട എഞ്ചിനീയർ വിളിക്കുകയും ഇന്ന് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ അപകടകരമായ അവസ്ഥ ഈ റോഡിൽ നിന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് കുന്നംകുളം താലൂക്ക് തല അദാലത്തിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മന്ത്രി K. രാജന് നൽകിയ പരാതിയെ തുടർന്ന് കുട്ടികളുടെ വീട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും
സന്ദർശിച്ചു. കുട്ടികളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ്, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗം KT ഷാജൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് സാബു ഐനൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി മരുതയൂർ ചന്ദ്രത്തി മസ്ജിദിൽ ചീനാത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന ചന്ദനക്കുടം നേർച്ചയുടെ മുട്ടുംവിളി തുടങ്ങി. ഒറ്റപ്പാലം കോതക്കുരിശി സെയ്തലവിയും സംഘവുമാണ് മുട്ടുംവിളിക്ക് നേതൃത്വം നൽകുന്നത്. പ്രവാചക സ്തുതികൾ പാടിപ്പുകഴ്ത്തി വീട് വീടാന്തരം കയറി മുട്ടുംവിളി നടത്തി നേർച്ചയുടെ വരവറിയിക്കും. 30 വർഷത്തോളമായി പാരമ്പര്യമായി ജാറം അലങ്കരിക്കുന്ന അങ്കത്ത് ഫാറൂഖിനെ ചന്ദനക്കുടം നേർച്ച ആഘോഷ കമ്മിറ്റി ആദരിച്ചു. 16, 17, 18 തീയതികളിലാണ് നേർച്ച ആഘോഷം. കയ്പമംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ മോഷണം. 50ഓളം സ്റ്റീലിന്റെ ജനൽപാളികളും ഇലക്ട്രിക് വയറുകളും PVC പൈപ്പുകളും മോഷണം പോയി. കയ്പമംഗലം ഗാർഡിയൻ ആശുപത്രിക്ക് സമീപം പള്ളിപ്പറമ്പിൽ ഫൈസലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. 4 മാസമായി വീടിന്റെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ജനൽപാളികളും സ്വിച്ച് ബോർഡിലേക്ക് വലിച്ചിരുന്ന വയറുകളുമാണ് മോഷണം പോയത്. മോട്ടോർ ഷെഡ് പൊളിച്ച് മോട്ടോർ മോഷ്ടിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമ പറഞ്ഞു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട. റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 4.5 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ കണ്ടെത്തി. മംഗലാപുരം എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഷൊർണൂർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 50 കിലോയിലധികം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. എന്നാൽ ഒരു കേസിലും പ്രതികളെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വിവിധ ട്രെയിനുകൾ നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഒരു 4.25 കിലോളം കഞ്ചാവ്, 4 കിലോ 875 ഗ്രാം കഞ്ചാവ് ഇന്ന് ഷൊർണൂർ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന ഗാന്ധിഗ്രാം തീവണ്ടിയുടെ ഏറ്റവും ബാക്കിലെ ജനറൽ കോച്ചിലാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതായിരിക്കും. വരും ദിവസങ്ങളിലും കൂടുതൽ കണ്ടെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. മണലൂർ പഞ്ചായത്ത് ഓഫീസ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ മുൻഭാഗം സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത് LDF അംഗങ്ങൾ തടഞ്ഞു. പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന്റെ മറവിലാണ് യാതൊരു കേടുപാടുകളുമില്ലാത്ത പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ അഴിമതിയുണ്ടെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷേളി റാഫി, ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ് എന്നിവർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും കഥകളാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാന രൂപമാണ് ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരണ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് 2023-24 ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ഓർണമെൻ്റൽ വർക്ക് ചെയ്തിട്ടുള്ളത് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കളറ് മാറ്റി വേറെ കളറ് സ്ഥാപിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഇഴജന്തുക്കളെ ഭയന്ന് കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് ഇനി നാടിന്റെ സ്നേഹത്തണൽ. തനിച്ച് താമസിച്ചിരുന്ന പഴമ്പള്ളത്ത് വിമലയ്ക്ക് സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ K. മൊയ്തീന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി ചലച്ചിത്ര സീരിയൽ താരം സീമാജി നായർ താക്കോൽ ദാനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ PN വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷഹീൻ K. മൊയ്തീൻ, നഗരസഭാ കൌൺസിലർ C. നന്ദകുമാർ, ആൽഫ പാലിയേറ്റീവ് വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് AB സക്കീർ ഹുസൈൻ, ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കരുമാത്ര തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ എത്ര ഉദ്ഘാടനങ്ങൾക്ക് പോയാലും അല്ലെ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് പോയാലും ചില കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് ഒരുപാട് മാനസിക സംതൃപ്തി നമുക്ക് തരുന്നത്. ഒരു വീടില്ലാത്തതിൻ്റെ വിഷമം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ
ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടിയിട്ടും വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുമുള്ള റെക്കമെൻഡേഷനാണ്. പക്ഷെ ഞാൻ ഇന്നലെ ഷഹീനോട് വിളിച്ചു ചോദിച്ചു, കാരണം കൊടുങ്ങല്ലൂർ വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട്, കുറച്ച് നാളുകളായിട്ട് അത് ഓർമ്മകളുടെ സായാഹ്നത്തെ ബെല്ലടിച്ചുണർത്തി വീണ്ടും ഒരു സൈക്കിൾ യജ്ഞകാലം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ഗ്രാമീണ സന്ധികളെ സജീവമാക്കിയിരുന്ന സൈക്കിൾ യജ്ഞം പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയും പുതുതലമുറയ്ക്ക് പുതിയ അനുഭവവുമാണ്. കർണാടകയിലെ മൈസൂരിൽ നിന്നുമെത്തിയ സംഘങ്ങളാണ് തീരദേശ മേഖലയിൽ വിവിധയിടങ്ങളിലായി തമ്പടിച്ചിട്ടുള്ളത്. വിനോദ ഉപാധികൾ വിരളമായിരുന്ന കാലത്ത് സൈക്കിൾ യജ്ഞം സാഹസിക കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരുന്നു. ബെല്ലും ബ്രേക്കും മഡ്ഗാർഡുമില്ലാത്ത സൈക്കിളാണ് യജ്ഞത്തിലെ പ്രധാന താരം. അടിപൊളി പാട്ടുകളുടെ അകമ്പടിയോടെ സൈക്കിളിൽ മണിക്കൂറുകളോളം അഭ്യാസ പ്രകടനം നടത്തുന്നവർ കയ്യടിയും കൈനിറയെ പണവുമായാണ് കൂടാരത്തിലേക്ക് മടങ്ങുക. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തീപ്പന്തങ്ങൾ കൊണ്ടുള്ള വളയം ദേഹത്ത് ധരിക്കുക, ട്യൂബ് ലൈറ്റ് ദേഹത്ത് അടിച്ചുപൊട്ടിക്കുക തുടങ്ങി കാണികളെ ത്രസിപ്പിക്കുന്ന പരിപാടികൾ ഒട്ടേറെയുണ്ട്. കാണികൾ സംഭാവനയായി നൽകുന്ന സാധനങ്ങൾ ലേലം ചെയ്യുന്നതിലൂടെയും ഇവർക്ക് പണം ലഭിക്കും. വർഷത്തിൽ ഒരു 3 മാസം പരിപാടിച്ചിട്ട് പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ഡിസംബർ നമ്മൾ ഒരു 3 കൊല്ലದಿಂದ 3 മാസം പരിപാടി. പിന്നെ ഒരു ചെറിയ ചെറിയ ഗ്രാമ പ്രദേശ നമ്മൾ 2 ദിവസം പരിപാടി ഉണ്ട്. പിന്നെ 7:10 ഒരു 10 മണി ഉള്ളിൽ ഒരു 9 മണി 10 മണി ഉള്ളിൽ സ്റ്റാപ്പ് ഒരു കലാപരിപാടി. നമ്മളൊരു ടിക്കറ്റ് ഒന്നും ഇല്ല ഏട്ടാ, ഒരു ബക്കറ്റ് സംഭാവന അത്രേ ഉള്ളൂ. നമ്മൾ മൈസൂർ കർണാടക ഒരു മൈസൂർ ആൾക്കാർ ഈ ജനറേഷനിൽ നമ്മൾക്ക് ഒരു 5 വർഷം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് സ്ಟಾಪ್ ಆಗೋ ಪರಿപാടി. ಇದು നമ്മളിക്ക് ಸ್ಟಾಪ್ ಆಗೋ. ഇപ്പോൾ ഈ ജനറേഷനിക്കെല്ലാം പോയല്ല പരിപാടിയെല്ലാം നമ്മളിക്ക് ഇപ്പോൾ 30 ഏജ് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഇവിടേക്ക് പരിപാടി സ്ಟಾಪ್ ആവും. ഇന്നില്ല നടത്തുന്നില്ല. ഈ ദിവസങ്ങളിൽ അഴീക്കോട് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനിയിലാണ് സംഘം സൈക്കിൾ യജ്ഞം നടത്തുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സൈക്കിൾ യജ്ഞം നടത്തുന്ന സംഘം പിന്നീട് നാട്ടിലേക്ക് മടങ്ങും. TC വിനോസ്, കൊടുങ്ങല്ലൂർ. കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ധനസഹായം അനുവദിക്കണമെന്നും ടോഡി വർക്കേഴ്സ് യൂണിയൻ ചാവക്കാട് റേഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് CK വിജയൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PM രമേശൻ, ജ്യോതിലാൽ വാടാനപ്പള്ളി, KS പ്രമോദ്, AS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ടൌൺ അമ്പ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജെയ്സൺ കരുപ്പായി ആശീർവാദം നടത്തി. സഹവികാരി ഫാദർ സിബിൻ വാഴപ്പിള്ളി, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജനറൽ കൺവീനർമാരായ വിൽസൺ മന്നളി, VM ആൻഡ്രു എന്നിവർ സംസാരിച്ചു. ഈ മാസം 20-നാണ് ടൌൺ അമ്പ്. പുത്തൻപീടിക വാളമുക്ക് പരിസരത്ത് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ച കൊടിമരത്തിന്റെ ഭിത്തി സാമൂഹ്യദ്രോഹികൾ തകർത്തതിൽ പ്രതിഷേധിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ VK പ്രദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തുറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു.
നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തിന്റെ സംഗീത കച്ചേരി അരങ്ങേറി. മൃദംഗത്തിൽ നെല്ലിവായ് KB ഗണേശും, ഘടത്തിൽ വെള്ളാറ്റന്നൂർ ശ്രീജിത്തും, വയലിനിൽ ഇടപ്പള്ളി അജിത് കുമാറും പക്കമേളമൊരുക്കി. കച്ചേരിക്ക് ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ ശരത്തിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ദേവസ്വം ഓഫീസർ PB ബിജു സന്നിഹിതനായി. തുടർന്ന് നൃത്തങ്ങൾ അരങ്ങേറി. വിയറ്റ്നാമിൽ കണ്ടുവരുന്ന ഗാക് ഫ്രൂട്ട് വീട്ടുമുറ്റത്ത് വിളയിച്ചിരിക്കുകയാണ് എരുമപ്പെട്ടി കുണ്ടന്നൂർ വടക്കൂട്ട് ബാബുവും കുടുംബവും. കായ്ക്കുമ്പോൾ പച്ച നിറം, മൂപ്പെത്തുമ്പോൾ മഞ്ഞയും ഓറഞ്ചും, പഴുക്കുമ്പോൾ ചുവപ്പ് നിറം. ഈ വൈവിധ്യമാണ് ഗാക് ഫ്രൂട്ടിനെ മറ്റു പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വള്ളിച്ചെടിയിൽ വിളയുന്ന പുറന്തോടിൽ മുള്ളുകളുള്ള ഈ പഴം മുമ്പ് വിയറ്റ്നാമിൽ മാത്രമാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാലിപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഗാക് ഫ്രൂട്ട് വിളയിക്കുന്നുണ്ട്. റേഷൻ വ്യാപാരിയായ ബാബു 1.5 വർഷം മുമ്പാണ് ഗാക് ഫ്രൂട്ട് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്തത്. ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇതിന്റെ വിളവെടുത്ത് വിൽപ്പന നടത്തുന്നുണ്ട്. സ്കിന്നിന്, അതുപോലെ കണ്ണിന് കുറെ ഇതുണ്ട്. എല്ലാ കടകൾക്കും പറയുന്നുണ്ട്. മെയിനായിട്ട് ഷെയ്ക്ക് അടിക്കാനത് കൊണ്ടുപോകണം. ഷെയ്ക്ക് ജ്യൂസ് ആദ്യം പച്ച കളറാവും, പിന്നെ ഒരു യെല്ലോ കളറിൽ വരും, പിന്നെ ഓറഞ്ച്, ലാസ്റ്റ് റെഡ് വരും. അപ്പോഴാണ് പഴുക്കുന്നത് റെഡ് കളർ. അത് ഈ കാണുന്നതാണ് റെഡ് കളർ വരുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഗാക് ഫ്രൂട്ട് കൂടുതൽ വിളവ് ലഭിക്കുന്നത്. ഒരേ ചെടിയിൽ തന്നെ ആൺ പെൺ പൂവുകൾ വിരിയും. പൂമ്പൊടിയെടുത്ത് നേരിട്ട് പരാഗണം നടത്തുമ്പോഴാണ് മികച്ച വിളവ് ലഭിക്കുക. പരാഗണം ചെയ്യുവാനും പരിപാലിക്കുവാനും ബാബുവിന്റെ ഭാര്യ അധ്യാപികയായ ജാൻസിയും കുട്ടികളായ ബെനിറ്റും സഹായിക്കും. ഈ ചെടിക്ക് ആണ് ചെടിയുണ്ട്, പെണ്ണ് ചെടിയുണ്ട്. എന്നാൽ മാത്രമാണ് അത് കായകളൊക്കെ ഉണ്ടാവുള്ളൂ. പെണ്ണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതുപോലെ ആണുണ്ടായാലും കാര്യമില്ല. 2 പേരും ഉണ്ടാവണം. പിന്നെ നമ്മളത് പരാഗണം ചെയ്തു കൊടുത്താലാണ് അത് വിജയിക്കുള്ളൂ, കായായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പെൺപൂക്കൾ അത് തന്നെ കൊഴിഞ്ഞു പോകും. പരാഗണം ചെയ്താൽ അത് സക്സസ് ആയാൽ അത് പിന്നെ ഇങ്ങനെ കായായിട്ട് വരും. അതുപോലെ നല്ല വൈറ്റമിനൊക്കെ ഉള്ളതാണ് അത്. കണ്ണിനും ത്വക്കിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് എന്നാണ് പറയണത് ഈ കായ. വൈറ്റമിൻ സിയുടെയും എയുടെയും കലവറയാണ് ഗാക് ഫ്രൂട്ട്. പലവിധ രോഗങ്ങളെ പ്രതിരോധിക്കുവാനും ചർമ്മ സംരക്ഷണത്തിനും ഗാക് ഫ്രൂട്ട് ഉത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇളനീരിന്റെ രുചിയോട് സാമ്യമുള്ള ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ള മാംസളമായ ഭാഗം ഷെയ്ക്ക് ജ്യൂസ് അടിച്ചും സ്ക്വാഷാക്കിയും ഉപയോഗിക്കാം. സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. യൗവനം നിലനിർത്താൻ വരെ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ വീടുകളിലും ഇത് കൃഷി ചെയ്തെടുക്കാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടി പെരുന്നാളിന് കൊടികയറി. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ. സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും. ചാലക്കുടി കാഞ്ഞിരപ്പള്ളി ഡ്രീം വേൾഡ് വാട്ടർ പാർക്കിൽ അധ്യാപകനെ മർദ്ദിച്ച 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം സ്വദേശികളായ ഉമ്മർ ഷാഫി, മുഹമ്മദ് റാഷിഖ്, റഫീഖ് ഇബ്രാഹിം, മുബഷീർ എന്നിവരെയാണ് ചാലക്കുടി CI MK സജീവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ അധ്യാപകൻ പ്രണവിനാണ് മർദ്ദനമേറ്റത്. കൊണ്ടോട്ടിയിലെ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്കെത്തിയതായിരുന്നു പ്രണവടക്കമുള്ള സംഘം. ഇവരുടെ കൂടെയുള്ള അധ്യാപികയെ യുവാക്കൾ
കളിയാക്കിയെന്നും തുടർന്നുള്ള വാക്ക് തർക്കത്തിനിടെ ഇവർ അധ്യാപകനെ മർദ്ദിച്ചുവെന്നുമാണ് പരാതി. മൂക്കിന് പരിക്കേറ്റ അധ്യാപകൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുരങ്ങന്മാരുടെ ശല്യം മൂലം കലാമണ്ഡലം ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ പൊറുതിമുട്ടി. കലാമണ്ഡലം ഹോസ്റ്റലിന്റെ പുറകിലുള്ള മരങ്ങളിലൂടെയാണ് കുരങ്ങന്മാർ എത്തുന്നത്. ജനലിന്റെ ഉള്ളിലൂടെ വന്ന് സാധന സാമഗ്രികളും വിലപിടിപ്പുള്ള സാധനങ്ങളും കുരങ്ങന്മാർ എടുത്തുകൊണ്ടു പോകുന്നതും പതിവാണ്. കുരങ്ങന്മാർ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും കുട്ടികൾക്കിടയിൽ ഭീതി പടർത്തുന്നുണ്ട്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും കുരങ്ങ് ശല്യം ഒഴിവാക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം. തമിഴ്നാട്ടിൽ നിന്നും 210 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതികളെ ശിക്ഷിച്ചു. ലാലൂർ ആലപ്പാട്ട് പൊന്തേക്കൻ ജോസ്, മണ്ണുത്തി വലിയ വീട്ടിൽ സുധീഷ്, പഴയന്നൂർ വടക്കേത്തറ നന്നാട്ടുകുളം മനീഷ്, മുളങ്ങുന്നത്തുകാവ് കരുവാൻകാട് തേമണൽ രാജീവ്, തമിഴ്നാട് തേനി സ്വദേശി സുരേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. 10 വർഷവും 3 മാസവും കഠിന തടവിനും 1,05,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ 4 അഡീഷണൽ ജില്ലാ ജഡ്ജി KV രജനീഷ് വിധിച്ചു. പിഴയടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടുതലായി കഠിന തടവ് അനുഭവിക്കേണ്ടിവരും. 2021 ജൂലൈ 24-നാണ് കേസിനാസ്പദമായ സംഭവം. ലോറിയിൽ കടത്തിയ കഞ്ചാവ് കൊരട്ടിയിൽ നിന്നാണ് പിടികൂടിയത്. 2 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന എടക്കഴിയൂർ ചന്ദനകുടം കൊടികുത്ത് നേർച്ച സമാപിച്ചു. 40ഓളം കാഴ്ചകൾ ജാറമങ്കണത്തിൽ എത്തിച്ചേർന്നു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനകൾ അണിനിരന്നു. 15ഓളം നേർച്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഴ്ചകൾ വർണ്ണാഭമായി. നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ മനാഫ് ഇടക്കഴിയൂർ, ഷാക്കീർ, ഇല്യാസ് കല്ലൂരയിൽ, നൌഫർ, മുജീബ്, വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PTA, SMC, MPTA, OSA സംയുക്തമായാണ് അനുമോദനം സംഘടിപ്പിച്ചത്. മംഗലം ടീം അംഗങ്ങളെ പന്നിത്തടം സെന്ററിൽ നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് ആനയിച്ചു. അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. വിജയത്തിന് പുറകിൽ പ്രവർത്തിച്ച അധ്യാപകൻ അജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ്, പ്രിൻസിപ്പാൾ V സ്മിത, ഹെഡ്മിസ്ട്രസ് KK രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സ്കൂൾ റെസ്ലിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ PL ശ്രീനാഥിനെ AM താഹിർ ഉപഹാരം നൽകി അനുമോദിച്ചു. എടത്തിരുത്തി പയ്യന്നൂരിൽ കൊയ്ത്തുത്സവം നടന്നു. എടത്തിരുത്തി പയ്യന്നൂരിൽ പുത്തൻപുര രവീന്ദ്രന്റെ 5 ഏക്കർ പാടത്താണ് കർഷകരായ കടവത്ത് കുമാരനും സുരപ്പനും ചേർന്ന് നെൽകൃഷി ഇറക്കിയത്. കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ PH ബാബു, കൃഷി ഓഫീസർ KM മേഘ, കൃഷി അസിസ്റ്റന്റ് വിപിൻ കുമാർ, കർഷക സംഘം നേതാക്കളായ ബാബു പണിക്കെട്ടി, KV പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപഭോക്തൃ കോടതി വിധി പ്രകാരം നഷ്ടം നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയലാക്കിയ ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. തൃശൂർ മുണ്ടൂർ കുന്നത്തുള്ളി വീട്ടിൽ KS ബാബു ഫയൽ ചെയ്ത ഹർജിയിലാണ് പേരാമംഗലത്തുള്ള TS രാമകൃഷ്ണനെതിരെ ഉത്തരവായത്. വാർക്കയുടെ പണിക്ക് ശേഷം പല ഭാഗങ്ങളിലും ചിന്നൽ രൂപപ്പെടുകയും വീട് ചോർന്നൊലിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഫയലാക്കിയ ഹർജിയിൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഹർജിക്കാരനു വേണ്ടി
അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ജർമ്മൻ ഫോട്ടോഗ്രാഫർ ഡോക്ടർ ലുട്സ് ഗബ്രിയേൽ കേരളത്തിൽ നിന്ന് പകർത്തിയ നേച്ചർ ഫോട്ടോഗ്രാഫികളുടെ പ്രദർശനം വ്യാഴാഴ്ച തുടങ്ങും. ഫോട്ടോ മ്യൂസിയത്തിന് കീഴിൽ കോടാലിയിലുള്ള വിജയകുമാർ മേനോൻ മെമ്മോറിയൽ ഓപ്പൺ ആർട്ട് ഗാലറിയിൽ ഉച്ചകഴിഞ്ഞ് 3-ന് സാംസ്കാരിക പ്രവർത്തകൻ VK കാസിം ഉദ്ഘാടനം ചെയ്യും. ഡൈവേഴ്സ് ലൈഫ് എന്ന പേരിലുള്ള പ്രദർശനം അടുത്ത മാസം 28 വരെ തുടരും. നാടൻ കോഴിയിടുന്ന മുട്ടയ്ക്ക് ചെറിയ ഗോലിയുടെ വലിപ്പം മാത്രം. കാരമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന താണിക്കൽ ചാലിശ്ശേരി ഷാജു വളർത്തുന്ന കോഴിയാണ് കഴിഞ്ഞ ദിവസം ഗോലിയുടെ വലിപ്പം മാത്രമുള്ള മുട്ടയിട്ടത്. മറ്റു മുട്ടകൾക്ക് സാധാരണ വലിപ്പമുണ്ട്. വർഷങ്ങളായി നാടൻ കോഴികളെ വളർത്തുകയും കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുകയും ചെയ്യുന്ന ഷാജു ഇതുവരെയും ഇത്രയും ചെറിയ മുട്ടകൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. ഉണക്കച്ചെമ്മീൻ പൊടിച്ചതും ഗോതമ്പും കലർത്തിയുള്ള തീറ്റയാണ് വർഷങ്ങളായി കോഴികൾക്ക് നൽകുന്നത്. ഗോലിമുട്ട കാണാനായി നിരവധി പേരാണ് ഷാജുവിന്റെ വീട്ടിലെത്തുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുട്ട, ചെറിയ മുട്ട. ഞാനൊരു 10-15 വർഷമായിട്ട് കോഴിക്കുട്ടികളെ വിൽക്കുകയും മുട്ട വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം 30-35-40 കോഴികളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുട്ട, ഇത്രയും ചെറിയ മുട്ട, കാടമുട്ടയുടെ വലുപ്പം പോലും ഇല്ല. അപ്പോൾ ഇതെനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. സാധാരണ എല്ലാ കോഴികളും മുട്ടും ഈ വലുപ്പമാണ്, പക്ഷേ ഇത് മാത്രം ഇങ്ങനെ സംഭവിച്ചു, ചെറിയ മുട്ട. അപ്പോൾ അതുകൊണ്ടൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനെ നല്ലൊരു ഇതായിരുന്നു പറഞ്ഞു. അതുപോലെ തീറ്റ കൊടുക്കുന്നത് പുല്ലും ഗോതമ്പും ചെമ്മീൻ്റെ തല വാങ്ങിക്കാൻ കിട്ടും, അതും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ശ്രീനാരായണ ദർശനവേദി പ്രവർത്തകർ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന പ്രതിഷേധത്തിൽ NB അജിതൻ അധ്യക്ഷനായി. V മനോജ്, പ്രശാന്ത് ഇഴവൻ, CV മോഹൻകുമാർ, അജിതൻ, VI ശിവരാമൻ, VM ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3248 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സ്കൂൾ കലോത്സവം 2024-25 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം. തൃശൂർ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത് 1/4 നൂറ്റാണ്ടിന് ശേഷം. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടം, 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ യുവാക്കൾക്ക് വെടിയേറ്റതായി സംശയം. എംബസിയിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ. കുന്നംകുളം നഗരത്തിലെ റോഡ് വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാനിന് കൌൺസിൽ യോഗം വോട്ടെടുപ്പിലൂടെ അംഗീകാരം നൽകി. തൃശൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ പട്ടാമ്പി റോഡുകളുടെ വീതി 18.5 മീറ്ററാക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.